1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചല്ലോ. എന്നാൽ അന്ന് മാഹിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. 1954 ജൂലൈ 16-നാണ് മാഹിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. കേരളത്തിലെത്തിയ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷുകാരെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്നാൽ കേരളത്തിലെത്തിയ ഫ്രഞ്ചുകാരുടെ വിശേഷങ്ങൾ അറിയാമോ? 1664-ലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. തുടർന്ന് ഫ്രഞ്ചുകാർ ആദ്യമെത്തിയത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായ സൂറത്തിലായിരുന്നു. 1666 ഔറംഗസേബ് ചക്രവർത്തിയുടെ ആജ്ഞാപത്രത്തിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ട്രേഡിംഗ് കമ്പനി സൂറത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയിലെത്തിയ ഫ്രഞ്ചുകാരുടെ തുടക്കം ഗംഭീരമായിരുന്നു. കച്ചവടത്തിലൂടെ നേടിയ പണം കൊണ്ട് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുവാനായിരുന്നു ഫ്രഞ്ചുകാരുടെ ശ്രമം. ഉദാഹരണത്തിന്, തമിഴ്നാട്ടിലെ വില്ലുപുരം രാജാവ് ഫ്രഞ്ചുകാരിൽ നിന്ന് കടം വാങ്ങിയ പണം തിരികെ കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പകരമായി പതിച്ചു കൊടുത്ത പുതുശ്ശേരി ഫ്രഞ്ചുകാർ 1674 സ്വന്തമാക്കി. 1688 ബംഗാളിൽ മുഗൾ സുബേദാറിൽ നിന്ന് ചന്ദർനാഗോർ വില കൊടുത്തു വാങ്ങി. എന്നാൽ പിന്നീട് സൂറത്തിൽ നിന്നുള്ള കച്ചവടം കുറഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഔറംഗസേബിന് കൊടുക്കാനുള്ള നികുതികളും സമ്മതപത്രത്തിലെ വ്യവസ്ഥകളും പാലിക്കുവാൻ ഫ്രഞ്ചുകാർക്ക് കഴിയാതെയായി. കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ഫ്രഞ്ച് കപ്പലുകൾ കടത്തിവിടാൻ സമ്മതിക്കില്ലെന്നും ട്രേഡിംഗ് കമ്പനി അടച്ചുപൂട്ടുമെന്നും ഔറംഗസേബ് മുന്നറിയിപ്പ് നൽകി. ഈ സമയം ഫ്രഞ്ചുകാരെ സഹായിക്കുവാനായി ഒരാൾ മുന്നോട്ടു വന്നു, സാമൂതിരി. ഔറംഗസേബിന്റെ കടം തീർക്കുവാൻ വേണ്ടത്രയും കുരുമുളകും ഫ്രഞ്ചുകാരെ കോഴിക്കോട് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്തും സാമൂതിരി നൽകി. അങ്ങനെ 1701 ഏപ്രിൽ 3 ഫ്രഞ്ചുകാർ കോഴിക്കോടെത്തി. മലബാറിലെ ആദ്യത്തെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം ഇന്നത്തെ കോഴിക്കോട് ബീച്ചിൽ തുടങ്ങി. മലബാറിലെ ആദ്യത്തെ മൂപ്പൻ സായുവായി മുസ്സേ അർണോൾ നിയോഗിക്കപ്പെട്ടു. ഫ്രഞ്ചുകാരെ സഹായിക്കുന്നതിലൂടെ മറ്റൊരു ലക്ഷ്യവും സാമൂതിരിക്കുണ്ടായിരുന്നു. 1661 മുതൽ സാമൂതിരിയും ഡച്ചുകാരുമായി ചെറുതും വലുതുമായ പല ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ തിരിച്ചടിക്കുക എന്നതായിരുന്നു സാമൂതിരിയുടെ ലക്ഷ്യം. എന്നാൽ ഫ്രഞ്ചുകാർക്ക് യുദ്ധത്തിലേർപ്പെടുവാൻ സാങ്കേതികമായി പ്രശ്നങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പോലെ സ്വതന്ത്ര വ്യക്തികളുടെ നിയന്ത്രണത്തിലല്ല ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ട് എടുത്തുചാടി യുദ്ധം ചെയ്യുവാൻ ഫ്രഞ്ചുകാർക്ക് കഴിയില്ല. ഈയൊരു കാരണം കൊണ്ട് തന്നെ സാമൂതിരിക്ക് ഫ്രഞ്ചുകാരുമായി അകൽച്ചയുണ്ടായി. എന്നാൽ സാമൂതിരിയുമായുള്ള കടം തീർക്കാതെ അവർക്ക് കോഴിക്കോട് വിട്ട് പോകുവാനും കഴിയില്ല. അങ്ങനെ നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം 1721 അവർ കോഴിക്കോട് വിട്ട് പുതിയൊരിടത്തേക്ക് നീങ്ങി. ഫ്രഞ്ചുകാരുമായി നല്ല സൗഹൃദ ബന്ധമുള്ള വടകര വാഴുന്നോർ നൽകിയ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ആ കൊച്ചു സ്ഥലത്തേക്ക്, മയ്യഴി.